ാണോ എത്ര വേണമെങ്കിലും ഡീസൽ അടിക്കാം. ഒരു ചാലഞ്ചാണ്. ഇപ്പൊ സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. പക്ഷെ ചേച്ചിക്ക് 30 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. റെഡി? റെഡി പോട്ടെ. ടൈം സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നോട്ടെ. പെട്ടെന്ന് അടിച്ചോ. 5 സെക്കൻഡ് ആയി. ആ 10 സെക്കൻഡ് ആയിട്ട് ചേച്ചി. 15 ആയി. 20 ആയിട്ടോ ചേച്ചി. എത്ര ടാങ്ക് കപ്പാസിറ്റി? പോയാ 200 രൂപ കടിച്ചപ്പോ നിറഞ്ഞാ? ആദ്യം ഞാൻ പഠിക്കുമായിരുന്നു ഫുൾ ടാങ്ക്. അപ്പൊ അടുത്ത് കഴിഞ്ഞപ്പോ കാര്യമായിട്ട് വണ്ടി ഇവിടെ ഇല്ല, സ്കൂളില്ലാത്തതുകൊണ്ടേ. ഓക്കെ, ടൈം കഴിഞ്ഞു. 202 രൂപക്ക് 2 ലിറ്റർ ചേച്ചി അടിച്ചിട്ടുള്ളൂ. 2 ലിറ്റർ ചേച്ചി അടിച്ചോളൂ. അതെ. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫോണില്ല, എന്റെ ഫോണൊക്കെ ഫോണില്ലേ. ആണോ? അങ്ങനെയാണെങ്കിൽ ഫോളോ ചെയ്തൊക്കെയാണെങ്കിൽ ചേച്ചിക്ക് 1000 രൂപ കൂടി ഞാൻ തന്നത്. കുഴപ്പമില്ല. ചേച്ചി അടുത്ത പെട്രോൾ പമ്പൊക്കെ എത്ര ചാർജ് ഇവിടുന്ന്? 30 രൂപയാവും. ശരി, ഞാനൊന്ന് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യോ? ചേച്ചിന്റെ പേര് പറഞ്ഞേ? പേര് വിജയകുമാരി. വിജയകുമാരി, അത് നല്ല ഗാംഭീര്യമുള്ള പേരാണല്ലോ ചേച്ചി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ രണ്ടാമത്തെ മോളെ ഉള്ളൂ. അവള് അതിന്റെ കല്യാണം ആകാറായി. പക്ഷെ ഒന്നും ആകുന്നില്ല അങ്ങോട്ട്. കല്യാണത്തിനുള്ള ആ ഇത് ശരിയാകുന്നില്ല അങ്ങോട്ടേ. ഊണ് കഴിച്ചോ? ഉണ്ട്, ചോറുണ്ടോ. പുറത്തേ കഴിക്കാൻ പറ്റുള്ളല്ലോ, ഈ ഷുഗറൊക്കെ ആയതുകൊണ്ടേ. അയ്യോ, എന്നിട്ട് ഈ പ്രായത്തിൽ ഈ ഓട്ടോ ഓടുന്ന എന്തിനാ? അപ്പൊ ജീവിക്കണ്ട മോനെ, ആരും സഹായിക്കാനൊന്നും ഇല്ല. ബാവൂരിലെ ആദ്യത്തെ ഓട്ടോ ഓടുന്ന വനിത കേട്ടോ ഇരിക്കുന്ന ആളത്തെ. ഈ പമ്പിൽ ഡ്രോപ്പ് ചെയ്താൽ അവിടെ ഇറക്കുന്നത്. എത്രയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജ്? 30 രൂപ. ഇതെന്റെ വക. എത്രയെന്ന് നോക്കണ്ടല്ലോ. ശരി, ഇനി അടുത്ത ഏത് പെട്രോൾ പമ്പ് ആണെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആദ്യം എണ്ണ കൊണ്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ക്യാഷും ഇല്ല. ഓക്കെ, ആൾക്കല്ല, ഞാൻ വ്യക്തിയാട്ടോ, നന്മയുള്ള വ്യക്തിയാ, വേറെ ഒന്നല്ല. അർഹതപ്പെട്ട കൈകളിലേക്ക് ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം കാണുന്ന അറിഞ്ഞിട്ടെ അത് പറയാൻ കാണുന്നറിയോ. നിങ്ങളെപ്പോലുള്ള ആളുകൾ വേണം ഈ സമൂഹത്തിൽ. നിങ്ങളെപ്പോലെ ആളുകൾ ഒരു വ്യക്തിയാണ്. വ്യക്തി എന്താ വെച്ചാൽ നിന്നെ നല്ല മനസ്സുകൊണ്ടാണ് ഒരു ഓട്ടോക്കാരി, ഒരു ചേച്ചി, അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ട ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ സംഭവം ഒന്നും വലിയ ഐഡിയ ഇല്ല. അറിയില്ലേ? ഞാൻ അതിന്റെ ഇടയ്ക്ക് ബട്ടണും കാര്യങ്ങളും എഴുത്തും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എന്റെ ഫോണൊക്കെ അങ്ങനത്തെയാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ. ചുമ്മാ നോക്കിയൊക്കെ ചിലപ്പോ ചെയ്തേ ചെയ്തിട്ടില്ല. ചെയ്തു വെച്ചോട്ടെ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുന്ന? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ നിങ്ങളെ ഫോണില്? ഇല്ല. യൂട്യൂബിലേ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യോ? ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോണ് ടച്ച് വർക്കാണല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തോണ്ട് നിങ്ങൾക്ക് 200 എടുത്ത് എണ്ണ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. മാക്സിമം എണ്ണ എടുക്കണ്ടോ? ഒരു ഫോൺ വാങ്ങാനുള്ള ക്യാഷ് ഇന്ന് ഉണ്ടാക്കണം. റെഡി? 200. റെഡി. പെട്ടെന്നോട്ട് പറഞ്ഞു. 10 സെക്കൻഡായി. അടിപൊളി സ്പീഡാണല്ലോ, കൊള്ളാട്ടോ. ഒരു ഫോൺ തൊട്ട് മേടിക്കണം നമുക്ക്. 23 സെക്കൻഡായി. 25 സെക്കൻഡായി. കയ്യാനായി. ടൈം അപ്പ്. എത്ര എണ്ണി? അടിപൊളി. എന്തായാലും തന്നെ ഒന്നുകൂടെ എണ്ണി. 81. അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യം എണ്ണ അക്കൗണ്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ക്യാഷും ഇല്ല. ഓക്കെ, ശരി. വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു കേട്ടോ. അങ്ങനെ പോവാ? അങ്ങനെ എന്നോട് ഒത്തിരി പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ നിങ്ങൾക്ക് വിഷമാവൂലേ? ഇല്ല, ഞാൻ അങ്ങനല്ല. അത് ഏതെങ്കിലും
ഇല്ലാത്ത വ്യക്തിയൊക്കെ ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത വ്യക്തി. നിങ്ങളാണ് ശരിക്കും ഇല്ലാത്തത്. നിങ്ങൾ മറ്റുള്ളവരില്ലാത്ത പറയുമ്പോൾ നമ്മളില്ലാത്തതാണ് ആദ്യം മനസ്സിലാക്കാം. ഒരു ചെറിയ ആശയം ഇങ്ങനത്തെ 16,000 എന്തൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ടതും സംസാരിച്ചതും ഒക്കെ വലിയ സന്തോഷമായിട്ട് തോന്നി. കാരണം ഞാൻ ഈ അടുത്ത ദിവസം കൊണ്ട് ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഈ വ്യക്തിയുടെ കണ്ടോണ്ടാണ് ഞാൻ ആ പോയ പോക്കിൽ ടേമിൽ ആ മുഖം തന്നെ മൈൻഡിൽ കാണുന്നില്ല. എത്ര ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും കേട്ടോ? എത്ര വേണമെങ്കിലും എണ്ണ എടുക്കാം. ഒരു ചലഞ്ചാണ്. പക്ഷെ 30 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. 500 കെട്ടണമെങ്കിൽ ഇൻസ്റ്റയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടും മൈജി ഡിജിറ്റൽ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണമെങ്കിൽ 200 എടുത്താണ്. ചെയ്തിട്ടുണ്ടോ? ഉബൈദ് ഫോളോ ചെയ്യുന്നുണ്ട്. ഉബൈദ് ഫോളോ ചെയ്തിട്ടുണ്ട്. മൈജി ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്താലേ മൈജി ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 500 എണ്ണം. 2 അക്കൗണ്ട് ഫോളോ ചെയ്യണം. ഉബൈദ് എന്ന് പറഞ്ഞിട്ട് മൈജി ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ 200 എടുത്തെണ്ണം. റെഡി? അപ്പൊ പിന്നെ എണ്ണക്കം പിന്നെ നോക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും മാക്സിമം എണ്ണണം. 100 എണ്ണം റെക്കോർഡ് ഇടണടാ. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി? തീർത്തണ്ടടാ 20 സെക്കൻഡ് ആയി. കണ്ടക്ട് ആയോണ്ടായിരിക്കും എണ്ണനായി. ജീവിതത്തിൽ എനിക്ക് എണ്ണനാവുന്നു. ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്. എത്ര എണ്ണി ബ്രോ? ബസ്സിൽ പോകാൻ ടൈം ആയ. ഓക്കെ, എത്ര എണ്ണി എന്ന് പറയാൻ പറ്റും? ഒന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 70 കറക്റ്റ് ഉറപ്പാ? ഓക്കെ, ഒരു പോയിന്റ്. ഇത് 70 എണ്ണം എണ്ണിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ്. ഞാൻ ബസ് കയറുന്നതാ. ഒരു മിനിറ്റ് ഗ്യാപ്പ് വരുന്ന സമയം ബസ് വിളിക്കല്. അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ യാത്ര എത്തിക്കണ്ടേ. ഓക്കെ, ഇതെങ്ങോട്ട് ബസ് പോണേ? കുഴപ്പമില്ല. 70 എണ്ണം എണ്ണിയിട്ടുണ്ട്. 14,000 രൂപ ബ്രോക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രോക്ക് എടുക്കാം. ഓക്കെ, ഇത് വിചാരിക്കണ്ട, ടെൻഷനിലായിട്ടില്ല. പക്ഷെ സമയത്ത് നമ്മളിപ്പോ കറക്റ്റ് 2 മിനിറ്റ് ഗ്യാപ്പിലാണ് വരിക. അത് കുഴപ്പമില്ല. അപ്പൊ അതിന് ടെൻഷനിലേക്ക് പോകാൻ വിചാരിക്കണം. നല്ല ഹാപ്പി അല്ലേ? പേരെന്താ പറഞ്ഞ? എത്ര ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അത്രയും ക്യാഷ് നിങ്ങൾക്കും കൊണ്ടാകാം. 2 അക്കൗണ്ട്. ചേച്ചി, ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. ഓരോ 15 സെക്കൻഡിൽ ആ ഫുഡ് തന്നെ ഇങ്ങനെ തന്നോണ്ടേയിരിക്കും. ഒപ്പം പൈസയും തന്നോണ്ടേയിരിക്കും. ചേച്ചി മതി എന്ന് പറയുന്നത് വരെ ഒരു ചലഞ്ചാണ്. പക്ഷെ പൈസ എത്രയാന്നുള്ളത് ചേച്ചി ഫുഡ് സെലക്ട് ചെയ്യുമ്പോഴേ ഞാൻ പറയുള്ളൂ. താല്പര്യം ഉണ്ടോ? ശ്രമിക്കാം. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് അങ്ങനെ ചോദിച്ചാ ദോശ ഇഷ്ടാ? ഓക്കെ, ഓരോ ദോശ കഴിക്കുന്നതിന് 100 രൂപ വെച്ചത്. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്തോ ചേച്ചി? ചേച്ചി 15 ഒരു ദോശ എടുത്ത് ചേച്ചി. ഇത് 30 സെക്കൻഡായി. ആ 45 സെക്കൻഡായി. ചേച്ചി 60 സെക്കൻഡ്. ഒരു മിനിറ്റ്. ഒരു ദോശ മതിയാ? കഴിക്കുന്നതിന് സമയമില്ല. കഴിക്കാൻ സമയമൊന്നുമില്ല. ആക്കം പോലെ അയച്ചാൽ മതി. വണ്ടിമെന്തോ എഴുതിയത് ക്യാൻസർ പേഷ്യന്റ് ഫ്രീ ആണെന്ന്. അത് ഇപ്പൊ ഒരു ദിവസം ഒരു ചേച്ചിയെ കൊണ്ടുപോയി ഡയാലിസിസിന് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. അന്ന് ഞാൻ സ്റ്റാൻഡ് പിടിച്ചപ്പോ എന്റെ ഫ്രണ്ടിൽ 2-3 വണ്ടി അടപ്പുണ്ട്. ഇപ്പൊ ചേച്ചി ഡയാലിസിസ് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കണ്ടോണ്ട് പെട്ടെന്ന് മോളെ എന്നെ വീട്ടിലൊന്നും കൊണ്ടാകും. ഡയാലിസിസ് കഴിഞ്ഞ് പൈസ ഇല്ലാത്ത തീരെ പാവപ്പെട്ടവരാ. ഫ്രണ്ടിൽ കിടന്ന ആൾക്കാരോട് ചോദിക്കണമല്ലോ. അവര് പറഞ്ഞു നടക്കത്തില്ല, ഫസ്റ്റിലത്തെ വണ്ടിയിൽ കയറണ. ആ ചേച്ചി നടന്ന് വീട്ടിലേക്ക് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പം ഒരു വല്ലാത്തൊരു വിഷമ വാർത്ത അറിഞ്ഞു മോനെ. എനിക്ക് അവരെ കൊണ്ടാക്കാനും പറ്റിയില്ലല്ലോ. എനിക്ക് ഇനി ധൈര്യമായിട്ട് ആളിനെ വിളിച്ച് കയറ്റാം. ചേച്ചി, ആ ചേച്ചിക്ക് സുഖമില്ലാത്ത, അല്ലെങ്കിൽ ചേട്ടാ ആ ചേച്ചിക്ക് സുഖമില്ലാത്ത, അല്ലെങ്കിൽ ആ ചേട്ടന് സുഖമില്ലാത്ത ഞാൻ കൊണ്ടുപോകാന്നും പറഞ്ഞ് എനിക്ക് ധൈര്യമായിട്ട് പോവാം. മറ്റേന്ന് വെച്ചാൽ അവര് വിചാരിക്കുന്നത് ഞാൻ പൈസ മേടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പൈസക്ക് മേളിലുണ്ട് മോനെ ബന്ധം. 500 രൂപ
താങ്ക് യു. ഇൻസ്റ്റാഗ്രാമില് ഉപയോഗിച്ച അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 1000 രൂപ തരും. അയ്യോ ഇതെനിക്ക് അറിയത്തില്ല മോനെ, കാണിച്ചു തരണേ എങ്ങനെയാണ്. ഞാൻ ലൈക്ക് അടിക്കും, കമന്റ് ചെയ്യും, എല്ലാരും പറയും ആ ചേച്ചി ഇങ്ങനെ ചെയ്യണേന്ന്. പിള്ളേരൊക്കെ ഇതാക്കിട്ടെ ചേച്ചി ചെയ്തിട്ടുണ്ട്. അതെ, ആ അങ്ങനെ വല്ല പൊട്ടലിൽ ഓർഡർ അടിച്ച കൊല്ലം കണ്ട് എന്താണ് ചെയ്തതായിരിക്കും. 1000 രൂപ. 1000 രൂപ. ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ എന്റെ 1500 രൂപയായിട്ട് എന്റെ ഓട്ടോ, ഇന്നത്തെ ഓട്ടം റെഡിയായി. ഞാൻ വീട്ടിൽ പോയി സമാധാനത്തിൽ കിടന്നിറങ്ങാമോ. ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ ഇങ്ങനെ തന്നോണ്ടേയിരിക്കും, ഒപ്പം പൈസ തന്നോണ്ടിരിക്കും.